In this video, I will explain about writs, types and scope, Habeas Corpus, Mandamus, Prohibition, Certiorari, Quo Warranto എന്നീ റിട്സ് പുറപ്പെടുവിക്കാൻ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതികൾക്കും കഴിയും. 1950 മുൻപ് കൊൽക്കത്ത, ബോംബെ, മദ്രാസ് ഹൈക്കോടതികൾക്ക് മാത്രമാണ് റിട്സ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നത്. ആർട്ടിക്കിൾ 226 ഇപ്പോൾ എല്ലാ ഹൈക്കോടതികളെയും റിട്സിന് അധികാരപ്പെടുത്തുന്നു. ഈ റിട്സുകൾ ഇംഗ്ലീഷ് നിയമത്തിൽ നിന്ന് കടമെടുത്തതാണ്. അവിടെ ഇവ പ്രിറോഗേറ്റീവ് റിട്സ് എന്നറിയപ്പെടുന്നു. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ പ്രത്യേക അവകാശത്തിൽ അവ ഇഷ്യൂ ചെയ്തതിനാൽ ഇന്നും നീതിയുടെ ഉറവ അഥവാ ഫൗണ്ടെയിൻ ഓഫ് ജസ്റ്റിസ് എന്ന് ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. നിലവിൽ 5 തരം റിട്സുകളാണുള്ളത്. ഹേബിയസ് കോർപ്പസ്, മൻഡാമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, ക്വോ വാറന്റോ എന്നിവ റിട്സിന് എക്സാമ്പിളാണ്. ഫസ്റ്റ് വൺ, ഹേബിയസ് കോർപ്പസ്. ഇത് ഒരു ലാറ്റിൻ പദമാണ്. ടു ഹാവ് ദ ബോഡി എന്നാണ് ഇതിന്റെ അർത്ഥം. മറ്റൊരാളെ തടഞ്ഞുവെച്ച വ്യക്തിക്ക് കോടതി മുൻപാകെ തടഞ്ഞുവെച്ചിരിക്കുന്ന വ്യക്തിയെ ഹാജരാക്കുന്നതിനായി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണിത്. തടങ്കലിൽ വയ്ക്കാനുള്ള കാരണവും നിയമസാധുതയും കോടതി പരിശോധിക്കുകയും തടങ്കൽ നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയാൽ തടവിലാക്കപ്പെട്ട വ്യക്തിയെ സ്വതന്ത്രനാക്കുവാൻ കോടതി ഉത്തരവിടുകയും ചെയ്യും. അതിനാൽ ഈ റിട്ട് ആർബിട്രറി ഡിറ്റൻഷന് എതിരെയുള്ള വ്യക്തിഗത സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കുന്നു. പൊതു അധികാരികൾക്കും സ്വകാര്യ വ്യക്തികൾക്കുമെതിരെ ഹേബിയസ് കോർപ്പസ് റിട്ട് ഇഷ്യൂ ചെയ്യാൻ കഴിയും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഹേബിയസ് കോർപ്പസ് ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. അതായത് 4 എക്സെപ്ഷൻസ് ഇതിലുണ്ട്. 1. തടവ് നിയമവിധേയമാണെങ്കിൽ. 2. ലെജിസ്ലേറ്ററിനെയോ കോടതിയെയോ അവഹേളിക്കുന്നതിനാണ് നടപടി എടുത്തിട്ടുള്ളത് എങ്കിൽ. 3. തടങ്കലിൽ വയ്ക്കുന്നത് എലിജിബിളായ കോടതി വിധി പ്രകാരമാണെങ്കിൽ. 4. തടങ്കലിൽ വെച്ചിരിക്കുന്നത് റിട്ട് ഇഷ്യൂ ചെയ്യേണ്ട കോടതിയുടെ അധികാരപരിധിക്ക് പുറത്താണ് എങ്കിൽ. ഇത്തരം സാഹചര്യങ്ങളിൽ ഹേബിയസ് കോർപ്പസ് ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. അതായത് നിയമാനുസൃതമായ തടങ്കലിനെതിരെയോ എലിജിബിളായ കോടതി വിധിപ്രകാരമുള്ള തടവിനെതിരെയോ കോടതിയെ അവഹേളിച്ചതിനുള്ള തടവിനെതിരെയോ ഹേബിയസ് കോർപ്പസ് ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. കൂടാതെ കോടതികൾക്കുള്ള ജൂറിസ്ഡിക്ഷനിൽ നിന്നുകൊണ്ട് മാത്രമേ റിട്ട് ഇഷ്യൂ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇവിടെ നിയമവിരുദ്ധമായി ഒരു വ്യക്തിയെ തടങ്കലിൽ വെക്കുമ്പോഴാണ് ഹേബിയസ് കോർപ്പസ് ഇഷ്യൂ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, പോലീസ് നിയമവിരുദ്ധമായി ഒരാളെ അറസ്റ്റ് ചെയ്താലോ ബലപ്രയോഗത്തിലൂടെ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി തടഞ്ഞു വെച്ചാലോ ഹേബിയസ് കോർപ്പസ് ഇഷ്യൂ ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ഈസ് മൻഡാമസ്. മൻഡാമസ് എന്നതിന്റെ അർത്ഥം വി കമാൻഡ് എന്നാണ്. പരാജയപ്പെട്ടതോ നിർവഹിക്കാൻ വിസമ്മതിച്ചതോ ആയ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കാൻ ആവശ്യപ്പെട്ട് കോടതി ഒരു പൊതു ഉദ്യോഗസ്ഥന്, അതായത് ഒരു പബ്ലിക് ഒഫീഷ്യലിന് നൽകുന്ന ഉത്തരവാണിത്. ഏതെങ്കിലും പൊതുസ്ഥാപനം, കോർപ്പറേഷൻ, കീഴ്ക്കോടതി, ട്രൈബ്യൂണൽ അല്ലെങ്കിൽ ഗവൺമെന്റ് എന്നിവർക്കെതിരെയും ഇതേ ആവശ്യത്തിനായി മൻഡാമസ് ഇഷ്യൂ ചെയ്യാം. മൻഡാമസ് ഇഷ്യൂ ചെയ്യുന്നതിനും ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഒരു സ്വകാര്യ വ്യക്തിക്ക് എതിരായി മൻഡാമസ് ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. കൂടാതെ നിയമത്തിന്റെ പിൻബലമില്ലാത്ത ഡിപ്പാർട്ട്മെന്റൽ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനും ഡ്യൂട്ടി വിവേചനാധികാരമുള്ളതും നിർബന്ധിതമല്ലാത്തതും ആയിരിക്കുമ്പോഴും കരാർ അല്ലെങ്കിൽ കോൺട്രാക്ട് നടപ്പിലാക്കുന്നതിനും മൻഡാമസ് ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. ഇന്ത്യൻ പ്രസിഡന്റിനെതിരെയോ സംസ്ഥാന ഗവർണർമാർക്കെതിരെയോ അല്ലെങ്കിൽ ജുഡീഷ്യൽ കപ്പാസിറ്റിയുള്ള ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെതിരെയോ മൻഡാമസ് ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. ചുരുക്കത്തിൽ, ഒരു എക്സിക്യൂട്ടീവ് പൊസിഷനിൽ ഉള്ള ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ അധികാരം നിർവഹിക്കുന്നതിൽ വിട്ടുവീഴ്ച വരുത്തിയാൽ കോടതി മുഖേന എൻഫോഴ്സ് ചെയ്യുന്നതാണ് മൻഡാമസ്. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ കംപ്ലൈന്റ് പ്രകാരം FIR രജിസ്റ്റർ ചെയ്യുക എന്നത് പോലീസിന്റെ ഡ്യൂട്ടിയാണ്. FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് വിസമ്മതിച്ചാലോ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലോ ആ വ്യക്തിക്ക് കോടതി മുഖേന മൻഡാമസ് ഇഷ്യൂ ചെയ്യാൻ കഴിയും. അതായത് അത്തരത്തിൽ മൻഡാമസ് ഇഷ്യൂ ചെയ്താൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തേ പറ്റുകയുള്ളൂ. നെക്സ്റ്റ് ഈസ് പ്രൊഹിബിഷൻ. ഇതിനർത്ഥം ഫോർബിഡ് എന്നാണ്, അതായത് വിലക്കുക എന്നർത്ഥം. ഇത് ഒരു കീഴ്ക്കോടതിയിലേക്കോ ട്രൈബ്യൂണലിലേക്കോ അതിന്റെ അധികാരപരിധി എക്സീഡ് ചെയ്യുന്നത് തടയുന്നതിനോ അല്ലെങ്കിൽ അത്തരം കോടതികൾ കൈവശമില്ലാത്ത ഒരു അധികാരപരിധി പിടിച്ചെടുക്കുന്നത് തടയുന്നതിനോ ഒരു ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന റിറ്റാണ് പ്രൊഹിബിഷൻ. അതായത് ഒരു ഹൈക്കോടതി സബോർഡിനേറ്റ്സ് കോർട്സിന് എതിരെ ജൂറിസ്ഡിക്ഷൻ ലംഘിക്കുന്ന കേസുകളിൽ
അത്തരം ഉത്തരവുകൾ റദ്ദാക്കുവാൻ നൽകുന്ന ഉത്തരവാണ് പ്രൊഹിബിഷൻ. മൻഡാമസ് എന്നത് ഒരു ആക്ഷൻ ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്നതാണെങ്കിൽ പ്രൊഹിബിഷൻ എന്നത് ഒരു ആക്ഷൻ ചെയ്യരുത് എന്ന് നിർദ്ദേശിക്കുന്നു. അതായത് മൻഡാമസ് ഡയറക്ട്സ് ആക്ടിവിറ്റി ആൻഡ് പ്രൊഹിബിഷൻ ഡയറക്ട്സ് ഇനാക്ടിവിറ്റി. ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ അധികാരികൾക്കെതിരെ മാത്രമേ പ്രൊഹിബിഷൻ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുകയുള്ളൂ. അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ്, ലെജിസ്ലേറ്റീവ് ബോഡീസ്, സ്വകാര്യ വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരെ പ്രൊഹിബിഷൻ ലഭ്യമല്ല. ഇവിടെ പ്രൊഹിബിഷൻ എന്നാൽ ഒരു വ്യക്തിക്കെതിരെ നടപടി എടുത്തുകൊണ്ട് ഒരു കോടതിയിൽ നിന്നും ഉത്തരവ് വരുമ്പോൾ ആ കോടതിയുടെ അധികാര പരിധിയിൽ വരാത്ത കാര്യങ്ങളിലോ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷന്റെ പരിധിയിലോ അല്ലാത്തതുമായ കേസുകളിലാണ് നടപടി എടുത്തിട്ടുള്ളതെങ്കിൽ ആ വ്യക്തിക്ക് കോടതി നടപടിക്കെതിരായി പ്രൊഹിബിഷനു വേണ്ടി ഹൈക്കോർട്ടിൽ പോകാവുന്നതാണ്. ഹൈക്കോടതി കേസിന്റെ സാഹചര്യങ്ങൾ പരിശോധിച്ച ശേഷം ഉത്തരവിട്ട കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ ഉള്ള കേസ് അല്ലെങ്കിലോ ജൂറിസ്ഡിക്ഷൻ പരിധി ലംഘിച്ചെങ്കിലോ ആ കോടതി ഇഷ്യൂ ചെയ്ത ഉത്തരവ് റദ്ദാക്കുവാൻ വേണ്ടി പ്രൊഹിബിഷൻ ഇഷ്യൂ ചെയ്യാൻ ഹൈക്കോടതിക്ക് കഴിയും. അതായത് ആ വ്യക്തിക്ക് എതിരെയുള്ള നടപടി നിർത്തിവെക്കുവാൻ ഹൈക്കോടതി പറയും. നെക്സ്റ്റ് ഈസ് സെർഷ്യോററി. മുൻപ് പറഞ്ഞ പ്രൊഹിബിഷൻ കീഴ്ക്കോടതിയുടെ ഉത്തരവിനെ ഹൈക്കോടതി റദ്ദാക്കുന്നതാണെങ്കിൽ സെർഷ്യോററി എന്നത് കീഴ്ക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നടപടി അല്ലെങ്കിൽ പ്രോസസ്സിനെ ഹൈക്കോടതി റദ്ദാക്കുന്നതാണ്. പ്രൊഹിബിഷനും സെർഷ്യോററിയും സബോർഡിനേറ്റ്സ് കോർട്സിന്റെ അധികാര പരിധി ലംഘിക്കുന്നതിനെ വിലക്കുന്നു. അധികാരപരിധി ലംഘിച്ചുകൊണ്ട് ഒരു കീഴ്ക്കോടതി ഒരു വ്യക്തിക്ക് എതിരെ ഇഷ്യൂ ചെയ്യുന്ന ഉത്തരവ് ക്യാൻസൽ ചെയ്താൽ അത് പ്രൊഹിബിഷനും, അധികാരപരിധി ലംഘിച്ചുകൊണ്ട് ഒരു കീഴ്ക്കോടതി ഒരു വ്യക്തിയെ വിചാരണ ചെയ്താൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രോസസ് കീഴ്ക്കോടതിയിൽ നടന്നാൽ അത് നിർത്തിവെക്കുവാൻ ഹൈക്കോടതി ഉത്തരവിടുന്നതിനെ സെർഷ്യോററി എന്നും പറയുന്നു. കീഴ്ക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കുന്നതിനെ പ്രൊഹിബിഷൻ എന്നും കീഴ്ക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് റദ്ദാക്കുന്നതിനെ സെർഷ്യോററി എന്നും പറയുന്നു. സെർഷ്യോററി എന്നതിന്റെ അർത്ഥം ടു ബി സർട്ടിഫൈഡ് ഓർ ടു ബി ഇൻഫോംഡ് എന്നാണ്. വ്യക്തമായി പറഞ്ഞാൽ ഒരു ഹൈക്കോടതി കീഴ്ക്കോടതിയിലേക്കോ ട്രൈബ്യൂണലിലേക്കോ ഒന്നുകിൽ ഒരു കേസ് ഹൈക്കോർട്ടിന് കൈമാറുന്നതിനോ അല്ലെങ്കിൽ ഒരു കേസിലെ കീഴ്ക്കോടതിയുടെ ഉത്തരവ് ഇല്ലാതാക്കുന്നതിനോ പുറപ്പെടുവിക്കുന്ന റിറ്റാണ് സെർഷ്യോററി. എക്സസ് ഓഫ് ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ എറർ ഓഫ് ലോ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് സെർഷ്യോററി ഇഷ്യൂ ചെയ്യുന്നത്. പ്രൊഹിബിഷൻ പ്രിവന്റീവ് മാത്രമാണ്, എന്നാൽ സെർഷ്യോററി പ്രിവന്റീവും ക്യൂറേറ്റീവുമാണ്. മുൻപ് സെർഷ്യോററി റിട്ട് ജുഡീഷ്യൽ ആൻഡ് ക്വാസി ജുഡീഷ്യൽ അധികാരികൾക്കെതിരെ മാത്രമേ ഇഷ്യൂ ചെയ്യാമായിരുന്നുള്ളൂ. അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റികൾക്കെതിരെ പറ്റില്ലായിരുന്നു. എന്നിരുന്നാലും വ്യക്തികളുടെ അവകാശങ്ങളെ, അതായത് റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വലിനെ ബാധിക്കുന്നതാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അധികാരികൾക്കെതിരെ പോലും സെർഷ്യോററി പുറപ്പെടുവിക്കാൻ കഴിയുമെന്ന് 1991 സുപ്രീം കോടതി വിധിച്ചു. പ്രൊഹിബിഷൻ പോലെ തന്നെ ലെജിസ്ലേറ്റീവ് ബോഡീസ്, സ്വകാര്യ വ്യക്തികൾ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് എതിരെയൊന്നും സെർഷ്യോററി ലഭ്യമല്ല. അഡ്മിനിസ്ട്രേറ്റീവ് അധികാരികൾക്കെതിരെ പ്രൊഹിബിഷൻ ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല, എന്നാൽ സെർഷ്യോററി ഇഷ്യൂ ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ഈസ് ക്യൂ വാറന്റോ. ക്യൂ വാറന്റോ എന്നതിന്റെ അർത്ഥം ബൈ വാട്ട് അതോറിറ്റി ഓർ വാറന്റ് എന്നാണ്. ഒരു വ്യക്തിയെ പൊതു ഓഫീസിലേക്ക് ക്ലെയിം ചെയ്യുന്നതിന്റെ നിയമസാധുത അന്വേഷിക്കാൻ കോടതി ഇത് പുറപ്പെടുവിക്കുന്നു. അതിനാൽ ഒരു വ്യക്തി പൊതു ഓഫീസ് നിയമവിരുദ്ധമായി പിടിച്ചെടുക്കുന്നത് ഇത് തടയുന്നു. ഒരു ചട്ടം അല്ലെങ്കിൽ ഭരണഘടന രൂപീകരിച്ച പബ്ലിക് ഓഫീസിൽ പെർമനന്റായി നിയമിക്കപ്പെട്ട വ്യക്തിക്ക് എതിരെ മാത്രമേ ക്യൂ വാറന്റോ ഇഷ്യൂ ചെയ്യാൻ കഴിയൂ. മിനിസ്റ്റീരിയൽ ഓഫീസ് അല്ലെങ്കിൽ സ്വകാര്യ ഓഫീസ് കേസുകളിൽ ക്യൂ വാറന്റോ ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. മറ്റ് 4 റിറ്റ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രശ്നം നേരിടുന്ന ഒരു വ്യക്തിക്ക് മാത്രമല്ലാതെ താൽപ്പര്യമുള്ള ഏതൊരു വ്യക്തിക്കും ഇത് അന്വേഷിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ഒരു പബ്ലിക് ഓഫീസർ ആവുന്നതിന് എക്സാംസ് ക്വാളിഫൈ ചെയ്യുന്നതുൾപ്പെടെ ചില കാര്യങ്ങൾ നിയമപരമായി നടന്നിരിക്കണം. ഒരു പബ്ലിക് ഓഫീസറിന്റെ യോഗ്യതയിൽ സംശയം തോന്നിയാൽ, അതായത് ആ വ്യക്തി ആ ജോബിന് ഇനെലിജിബിൾ ആണെങ്കിൽ, കോടതി മുഖേന ഏത് വ്യക്തിക്കും പബ്ലിക് ഓഫീസർക്ക് എതിരെ ക്യൂ വാറന്റോ ആവശ്യപ്പെടാം. അതായത് കോടതി ആ ഓഫീസറിന്റെ എലിജിബിലിറ്റീസ് പ്രൂവ് ചെയ്യുന്നതിനായി റിട്ട് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും.